ഹേ ദേ ആം യുവർ ഫ്രണ്ട് ഷെമി ഗവി. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ IP മാറ്റ് എക്സാമിനെ പറ്റി ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ട്. പക്ഷെ അതിനകത്ത് അതിൻ്റെ രജിസ്ട്രേഷനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്കൊരു ഡിഫോൾട്ട് വീഡിയോ ആയിട്ട് വെക്കണമായിരുന്നു. ഏത് വർഷവും കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ 2025 അഥവാ ഈ വർഷത്തെ രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാടൊന്നും പറയാനില്ല. IP മാറ്റ് ഇൻഡോറിൻ്റെ രജിസ്ട്രേഷൻ നാളെ കഴിയും. ഇന്ന് എത്രാം തീയതിയാണ്? ഇന്ന് നമ്മൾ 31-ാം തീയതിയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. 1 ഏപ്രിലിന് ഇതിൻ്റെ 1 ഏപ്രിൽ 5 മണിക്ക് വൈകുന്നേരം 5 മണിക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ആവും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്യുക. ഇപ്പം നമ്മൾ IP മാറ്റ് ഇൻഡോറിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ IP മാറ്റ് റോത്തക്ക് അതുപോലെ തന്നെ IIM റാഞ്ചി IP മാറ്റ് ഇൻഡോറിൻ്റെ സ്കോർ തന്നെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ജിപ് മാറ്റിൻ്റെ ഡെഡ് ലൈൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ IIM അമൃത്സർ ഇപ്പോൾ പുതിയൊരു IPM പ്രോഗ്രാം ആയിട്ട് വന്നിട്ടുണ്ട്, അതിൻ്റെ ഡെഡ് ലൈൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഡെഡ് ലൈൻസും ഉണ്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ afterboards.in എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. ഈ ഒരു വെബ്സൈറ്റിനകത്ത് നിങ്ങൾ താഴോട്ട് ആപ്ലിക്കേഷൻ ട്രാക്കറിലോട്ട് പോയിട്ട് ആഡ് കോളേജ് ആൻഡ് എക്സാമിനകത്ത് നിങ്ങൾ ഇതെല്ലാം ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് IP മാറ്റ് ഇൻഡോർ, IP മാറ്റ് റോത്തക്, IIM അമൃത്സർ, ജിപ് മാറ്റ് IIM റാഞ്ചി കാണാൻ പറ്റും. IP മാറ്റ് ഇൻഡോറിൽ 1 ഡേ ലെഫ്റ്റ് എന്നും IP മാറ്റ് റോത്തക്കിൽ 11 ഡേയ്സ് ലെഫ്റ്റ്. 11 ഡേയ്സ് ഉണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഡെഡ് ലൈൻ വരെ. IIM അമൃത്സറിൻ്റെ 12 ദിവസം ബാക്കിയുണ്ട്. ജിപ് മാറ്റിൻ്റെ ക്ലോസ് ആയിട്ടുണ്ട്. IIM റാഞ്ചിയുടെയും 12 ദിവസം ലെഫ്റ്റ് ആയിട്ടുണ്ട്. IIM റാഞ്ചി IP മാറ്റ് ഇൻഡോറിൻ്റെ സെയിം എക്സാമാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ മാർക്സ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെയും അഡ്മിഷൻ നടക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IP മാറ്റ് ഇൻഡോറിൻ്റെയും IP മാറ്റ് റോത്തക്കിൻ്റെയും ഫീ ഏകദേശം 4000 രൂപ വരുമ്പോൾ ജിപ് മാറ്റിൻ്റെ ഫീ അതിന് രജിസ്ട്രേഷൻ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ പോലും 2000 രൂപയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഹൈ ഫീ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസ് നടത്താനുള്ള കോസ്റ്റ് കൂടെ ഈ ഒരു എക്സാം ഫീനകത്തൂടെ അവരെടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ നീറ്റ് JEE ഒക്കെ ഇതിൻ്റെ പകുതി പൈസയേ വരുന്നുള്ളൂ. പക്ഷേ IP മാറ്റ് എക്സാംസിന് IP മാറ്റ് ഇൻഡോറും IP മാറ്റ് റോത്തക്കും ഏകദേശം 4000 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഇൻ്റർവ്യൂവിനായിരിക്കണം എന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ് ഗൈസ്.